നമ്മളിൽ പലരും ഇതിനെ സിയോൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും 1909 അമേരിക്കൻ പ്രസിഡന്റ് വില്യം ടാഫ്റ്റ് ഇതിനെ ഒരു നാഷണൽ മൊനുമെൻ്റായി പ്രഖ്യാപിച്ചപ്പോൾ നൽകിയ പേര് മുകുന്ദ് ദ്വീപ് നാഷണൽ മൊനുമെൻ്റ് എന്നായിരുന്നു. ലോക്കൽ ഭാഷയിൽ നേരായ താഴ്വര എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ ഈ പേര് ഉച്ചരിക്കാൻ വലിയ പാടാണെന്നും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ എളുപ്പമുള്ള പേര് വേണമെന്നും കരുതിയാണ് പിന്നീട് സിയോൻ നാഷണൽ പാർക്ക് എന്ന് മാറ്റിയത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ചുവന്ന മണൽക്കല്ല് മലകൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ കടലിൻ്റെ അടിത്തട്ടിലായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കടൽ വലിഞ്ഞ് രൂപപ്പെട്ട കൂറ്റൻ മരുഭൂമിയിലെ മണൽ കുന്നുകൾ കാലക്രമേണ ഉറച്ചാണ് ഈ പാറകളുണ്ടായത്. ഈ കാണുന്ന ഓരോ പാറക്കെട്ടുകളിലൂടെയും നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നടക്കുന്നത് കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ചരിത്രത്തിലൂടെയാണ്. സിയോനിലെ വീപ്പിംഗ് റോക്ക് പോലുള്ള പാറയിടുക്കുകളിൽ നിന്ന് എപ്പോഴും വെള്ളം ഇറ്റുവീഴുന്നത് കാണാം. എന്നാൽ കൗതുകകരമായ കാര്യം, ഈ വീഴുന്ന വെള്ളം ഇന്നലെയോ മിനിയാന്നോ പെയ്ത മഴവെള്ളമല്ല. ഈ പാറകളുടെ മുകളിൽ വീഴുന്ന വെള്ളം മണൽ കല്ലുകൾക്കിടയിലൂടെ അരിച്ച് ഏറ്റവും താഴെയെത്താൻ ഏകദേശം 1000 വർഷമെങ്കിലും എടുക്കും. അതായത് ഇന്ന് ഇവിടെ കാണുന്ന ഓരോ തുള്ളി വെള്ളത്തിന് ഒരുപക്ഷെ 1000ഓളം വർഷത്തെ പഴക്കമുണ്ടാകാം. വന്യജീവികളുടെ ഒരു വലിയ കേന്ദ്രം കൂടിയാണ് സിയോൻ. എന്നാൽ ഈ ലോകത്ത് വേറെ ഒരിടത്തും കാണാത്ത, ഇവിടെ മാത്രം ജീവിക്കുന്ന ഒരു കുഞ്ഞൻ ജീവിയുണ്ട്, സിയോൻ സ്നെയിൽ. ഇവിടത്തെ പാറകളിലെ നനവുള്ള പായലുകളിൽ മാത്രം ജീവിക്കുന്ന ഈ ചെറിയ ഒച്ചുകൾക്ക് സിയോൻ നാഷണൽ പാർക്കിന് പുറത്ത് അതിജീവിക്കാൻ കഴിയുകയില്ല. ആർച്ചുകൾക്ക് പ്രശസ്തം യൂട്ടായിലെ ആർച്ചീസ് നാഷണൽ പാർക്ക് ആണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നാച്ചുറൽ ആർച്ച് സ്ഥിതി ചെയ്യുന്നത് സിയോന്റെ ഉള്ളറകളിലാണ്. കോലോബ് ആർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഏകദേശം 287 അടി നീളമുള്ള ഈ അത്ഭുത കാഴ്ച സിയോന്റെ പ്രധാന വശത്തു നിന്നും മാറി കാടിനുള്ളിൽ കിലോമീറ്ററുകളോളം ഹൈക്ക് ചെയ്താൽ മാത്രമേ കാണാൻ സാധിക്കൂ. 1920കളിൽ പണിത 1.5 കിലോമീറ്ററിലധികം നീളമുള്ള സിയോൻ മൗണ്ട് കാർമൽ ടണൽ ഇവിടത്തെ മറ്റൊരു മനുഷ്യനിർമ്മിത അത്ഭുതമാണ്. കൂറ്റൻ പാറ തുരന്നുണ്ടാക്കിയ ഈ ടണലിൻ്റെ പ്രത്യേകത ഇതിൻ്റെ വശങ്ങളിൽ വലിയ ജാലകങ്ങൾ കൊത്തിയെടുത്തിട്ടുണ്ട് എന്നതാണ്. പണ്ട് കാലത്ത് തുരങ്കമുണ്ടാക്കുമ്പോൾ ഉള്ളിലെ പാറ കഷണങ്ങൾ പുറത്തേക്ക് തള്ളാനാണ് ഈ ജനാലകൾ ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് അത് സഞ്ചാരികൾക്ക് താഴെയുള്ള താഴ്വരയുടെ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്നു.